അറിയുവാൻ കഴിയുന്നത്. ശ്രീജിത്ത് പണിക്കർ, ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ വരുന്നത് ഈ തിളക്കമാർന്ന വിജയത്തിന്റെ മാറ്റ് കുറച്ചിട്ടുണ്ടോ? ഇപ്പോൾ വൈറൽ വന്ന ആ ലേഖനം, അതിൽ ചില അപാകതകൾ ഉണ്ടായത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. പക്ഷെ അതിനും അപ്പുറം ഈ തോറ്റ എല്ലാ മണ്ഡലങ്ങളിലും തന്നെ പരാതി പോയിട്ടുണ്ട്. അതാണ് ശ്രീ സിബി സത്യൻ ഗ്രൗണ്ടിൽ നിന്നുള്ള കാര്യം പറയുന്നത്. അങ്ങനെയാണ് ഇപ്പോൾ കേരളത്തിലെ ചില സീറ്റുകൾ വെച്ച് നോക്കുമ്പോൾ ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത ചില കാര്യങ്ങൾ അത് മഹാരാഷ്ട്രയിൽ സംഭവിച്ചിട്ടുണ്ട് എന്ന് മഹാരാഷ്ട്രയിലെ അനുഭവസ്ഥർ തന്നെ പറയുകയാണ്. അതാണ് ഇങ്ങനെയുള്ള പരാതികൾ വരുവാനുള്ള കാരണവും അത്ഭുതപ്പെടുവാനുള്ള കാരണവും. ശ്രീ മഞ്ജുഷ്, ഒന്നാമത്തെ കാര്യം, എല്ലാ മണ്ഡലങ്ങളിൽ നിന്നും മണ്ഡലം തിരിച്ചതേപോലത്തെയുള്ള പരാതികൾ ഉണ്ടാകാനുള്ള സാധ്യത എവിടെയുണ്ട്. കാരണം 5.5 ലക്ഷത്തോളം വോട്ടുകൾ അഡീഷണൽ ആയിട്ട് അവിടെ കൗണ്ട് ചെയ്തു എന്നുള്ളതാണ് ആരോപണം. അത് 288 മണ്ഡലങ്ങളിലേതാണ്. അതുകൊണ്ട് തന്നെ എല്ലാ മണ്ഡലങ്ങളിലും ഇത് സാധ്യവുമാണ്. കാരണം എന്താണ്? എല്ലാ മണ്ഡലങ്ങളിലും പോസ്റ്റൽ വോട്ടുകൾ ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. കാരണം വയറിന്റെ ആ റിപ്പോർട്ടിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ന്യൂനത പോസ്റ്റൽ വോട്ടുകളെ പരിഗണിക്കാതെ EVM-ൽ പോൾ ചെയ്തിരിക്കുന്ന വോട്ടുകളാണ് ആകെ പോൾ ചെയ്തിരിക്കുന്ന വോട്ടുകൾ എന്ന രീതിയിലത്തേക്കുള്ള തെറ്റായിട്ടുള്ള ഒരു അസംഷന്റെ പുറത്താണ് അവർ ആ വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ പറയുന്ന 5.5 ലക്ഷം വോട്ടുകൾ എന്ന് പറയുന്നത് 288 മണ്ഡലങ്ങളിലായതുകൊണ്ട് എല്ലാ മണ്ഡലങ്ങളിലും പോസ്റ്റൽ വോട്ടുകൾ ഉള്ളതുകൊണ്ട് ഇവർ ഈ പറയുന്ന ഡിസ്ക്രിപ്പൻസി ഉണ്ട്. കാരണം എല്ലാ മണ്ഡലങ്ങളിലും പോസ്റ്റൽ വോട്ടുകൾ പ്ലസ് EVM വോട്ടുകൾ എന്ന് പറയുന്നതാണ് ടോട്ടലി പോൾ ചെയ്തിരിക്കുന്ന വോട്ടുകൾ. ഇനി തന്നെയുമല്ല, അതിൽ തന്നെ അവരുടെ ആദ്യം ഫയൽ ചെയ്തിരിക്കുന്ന സ്റ്റോറിയിൽ സ്പെസിഫിക് ആയിട്ട് എനിക്ക് തോന്നുന്ന 2 മണ്ഡലങ്ങളാണ് അതിൽ കൊടുത്തിട്ടുണ്ട്. അവിടെ ഡിസ്ക്രിപ്പൻസി ഉണ്ട് എന്ന് പറഞ്ഞിട്ടായിരുന്നു വയർ ആദ്യത്തെ ആ വാർത്ത കൊടുത്തിരുന്നത്. അതിന്റെ കൃത്യമായിട്ടുള്ള കണക്കുകൾ എന്താണ് എന്നുള്ളത് ഈ 2 മണ്ഡലങ്ങളുടെയും കണക്കുകൾ പ്രത്യേകമായിട്ട് ഇലക്ഷൻ കമ്മീഷൻ അവരുടെ ആ വിശദീകരണ കുറിപ്പിൽ അവർ ഉൾപ്പെടുത്തിയിട്ടുമുണ്ട്. അപ്പൊ ഇതൊക്കെ തന്നെ ഒരു വലിയ പരാജയം ഉണ്ടാകുന്ന സമയത്ത് എക്സ്ക്യൂസസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം എന്ന നിലയ്ക്കല്ലാതെ ഇത്തരത്തിലുള്ള കോൺസ്പിറസി തിയറികളെ കണക്കാക്കാനായിട്ട് കഴിയുകയില്ല. അതല്ല എങ്കിൽ എന്തുകൊണ്ടാണ് ഇത് പറയുന്നത് എന്നതിന്റെ കേവല ലോജിക്ക് പോരാ. അതായത് ഇങ്ങനെ സംഭവിച്ചിരിക്കുന്നു, അപ്പോൾ 5 മാസം കഴിയുമ്പോൾ ഇത് സംഭവിക്കാൻ പാടില്ല, അവിടെ ഒരു ഷിൻഡെ ഫാക്ടർ ഇല്ല, അവിടെ ഒരു ഫഡ്നാവിസ് ഫാക്ടർ ഇല്ല എന്ന രീതിയിലത്തേക്കൊന്നും നമുക്ക് വിലയിരുത്താൻ കഴിയില്ല. അത് അഭിപ്രായം മാത്രമാണ്. അടുത്ത ഒരു കാര്യം കൂടി അത് രമേശ് ചെന്നിത്തലയും പറഞ്ഞിട്ടുള്ളതാണ്. എനിക്ക് ആ മണ്ഡലത്തിന്റെ പേര് ഞാൻ മറന്നുപോയി. നന്ദേഡ് മണ്ഡലം. അവിടെ ലോക്സഭയിലേക്കുള്ള ബൈ ഇലക്ഷനും നടന്നിട്ടുണ്ടായിരുന്നല്ലോ, ഉപതെരഞ്ഞെടുപ്പും ഉണ്ടായിരുന്നു. കോൺഗ്രസ് സ്ഥാനാർത്ഥി മരിച്ചതുകൊണ്ടാണ് ഉപതെരഞ്ഞെടുപ്പ് വേണ്ടി വന്നത്. കോൺഗ്രസ് ആ സിറ്റിംഗ് സീറ്റ്, ലോക്സഭാ സീറ്റ് നിലനിർത്തുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ആ ലോക്സഭാ സീറ്റിന് കീഴിലുള്ള ആ ലോക്സഭാ മണ്ഡലത്തിന് കീഴിലുള്ള 6 നിയമസഭാ മണ്ഡലങ്ങൾ അല്ലെ, 6ഇടത്തും തോൽക്കുകയാണ് ഉണ്ടായത് മഹാവികാസ് അഘാടി. അവിടെ BJP സഖ്യത്തിനാണ് വിജയം കൈവരിക്കാൻ സാധിച്ചിരിക്കുന്നത്. അതും ജനങ്ങൾ 2 രീതിയിൽ ചിന്തിച്ചു എന്നുള്ളത് തെറ്റു പറയാനൊന്നും കഴിയില്ല. പക്ഷേ എല്ലായിടത്തും ഇങ്ങനെ സംഭവിച്ചിരിക്കുന്നു എന്നുള്ളതാണ് അത്ഭുതം എന്ന രീതിയിൽ നോക്കിക്കാണുവാനുള്ള കാരണം. തെളിവൊന്നിനുമില്ല ഇതിനൊന്നും. അല്ല, അതിനൊന്നും അത്ഭുതമില്ല. ഡൽഹി നോക്കൂ. ഡൽഹി എങ്ങനെയാണ് ആൾക്കാർ വോട്ട് ചെയ്യുന്നത്? കഴിഞ്ഞ 2 ലോക്സഭാ തെരഞ്ഞെടുപ്പ് എടുക്കൂ. ഡൽഹിയിൽ നിന്ന് 7 ലോക്സഭാ കോൺസ്റ്റിറ്റ്യുവൻസികളാണുള്ളത്. ഈ 2024 7 ജയിച്ചിരിക്കുന്ന BJP ആണ്. 2019 7 ജയിച്ചിരിക്കുന്നത് BJP ആണ്. പക്ഷെ നിയമസഭയിലേക്ക് വരുന്ന സമയത്ത് BJP ആൾക്കാർ അടുപ്പിക്കുന്നുണ്ടോ? ഇല്ല. കാരണം ആൾക്കാർക്കറിയാം, ഇപ്പോൾ വെൽഫെയർ പൊളിറ്റിക്സ്, ഫ്രീ ബി പൊളിറ്റിക്സ് ആണ് അരവിന്ദ് കെജ്രിവാളിന്റെ ആം ആദ്മി പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഇലക്ഷൻ സ്ട്രാറ്റജി എന്നുള്ളത് അറിയാം. അതിന്റെ ഡെലിവറിയിൽ ആൾക്കാർക്ക് വിശ്വാസമുണ്ട്. കാരണം ആൾക്കാർക്ക് സ്ത്രീകൾക്ക് സൗജന്യമായിട്ടുള്ള യാത്ര കിട്ടുന്നുണ്ട്, നിശ്ചിത അളവ് ഇലക്ട്രിസിറ്റി ഫ്രീ കിട്ടുന്നുണ്ട്, നിശ്ചിത അളവ് വെള്ളം ഫ്രീ കിട്ടുന്നുണ്ട്. ഇങ്ങനെയുള്ള ഫ്രീ ബി പൊളിറ്റിക്സ് ഉണ്ട്. പക്ഷെ അതേ സമയത്ത് നരേന്ദ്രമോദി പലപ്പോഴും ഈ അടുത്തിടെ പല BJP സർക്കാരുകളും നയംമാറ്റം നടത്തിയിട്ടുണ്ടെങ്കിലും നരേന്ദ്രമോദി ഇലക്ഷൻ സമയത്തെല്ലാം തന്നെ സംസാരിക്കുന്നത് ഫ്രീ ബി പൊളിറ്റിക്സിനെതിരാണ്. അപ്പോൾ ഫ്രീ ബി പൊളിറ്റിക്സിനെ പ്രാദേശികമായിട്ട് സ്വീകരിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ആം ആദ്മി പാർട്ടിക്ക് അപ്പുറത്തേക്കൊരു ചോയ്സ് ഇല്ല. അത് അരവിന്ദ് കെജ്രിവാൾ എത്ര തവണ അറസ്റ്റ് ചെയ്യപ്പെട്ടാലും ഈ രീതിയിലുള്ള സൗകര്യങ്ങൾ അവിടെ കൊടുക്കുകയാണെങ്കിൽ ആൾക്കാർ അദ്ദേഹത്തിന് വോട്ട് ചെയ്യും, അദ്ദേഹത്തിന്റെ പാർട്ടിക്ക് വോട്ട് ചെയ്യും. പക്ഷേ ലോക്സഭയിലേക്ക് പോകുന്ന സമയത്തോ ആൾക്കാർക്കറിയാം ആം ആദ്മി പാർട്ടി അവിടെ പോയതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു കാര്യവുമില്ല എന്നതിനെപ്പറ്റി അവർക്ക് കൃത്യമായിട്ട് അറിയാവുന്നതുകൊണ്ട് 7 മണ്ഡലങ്ങളിലും അത്യാവശ്യം നല്ല ഭൂരിപക്ഷത്തിൽ തന്നെയാണ് BJP ജയിച്ചു പോകുന്നത്. ഇനി നമ്മൾ കേരളത്തിലെ കാര്യം നോക്കൂ. 2021 അസംബ്ലി തെരഞ്ഞെടുപ്പിന് മുമ്പ് കേരളത്തിലുണ്ടായിരുന്ന സാഹചര്യം എന്താണ്? പ്രത്യേകിച്ച് 2020 തുടങ്ങിയിരിക്കുന്ന സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട്, ഡോളർ കടത്തുമായി ബന്ധപ്പെട്ട്, പിന്നീട് ആഴക്കടൽ മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ട്, KSEBയുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം അഴിമതി ആരോപണങ്ങളായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. എന്നിട്ട് എങ്ങനെയാണ് വലിയൊരു ലാൻഡ് സ്ലൈഡ് വിക്ടറി അവിടെ LDFന് കിട്ടിയത്? എങ്ങനെയാ 140-ൽ 99 സീറ്റുകൾ അന്ന് കിട്ടുമെന്ന രീതിയിലേക്ക് വന്നതിന്റെ കാരണം എന്താ? ഫ്രീ ബി പൊളിറ്റിക്സ് ആണ്. ഇവിടെ കിറ്റ് ആൾക്കാർക്ക് കൊടുത്തു, ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിച്ചു, അല്ലെങ്കിൽ ഉള്ള ക്ഷേമ പെൻഷൻ കൃത്യമായിട്ട് അതിന്റെ ഈ മുടങ്ങിക്കിടന്നിരുന്നതിനെ എല്ലാം ചേർത്തുകൊണ്ട് ആൾക്കാരിലേക്ക് വീട്ടിൽ കൊണ്ടുവന്ന് കൊടുത്തു, കോവിഡിനെ മുതലാക്കി. അപ്പൊ അങ്ങനെ അവർ ചെയ്തിരിക്കുന്ന നമ്മൾ ഈ പറയുന്ന രാഷ്ട്രീയ പ്രബുദ്ധത മാത്രമുണ്ട് എന്ന് അവകാശപ്പെടുന്ന നമ്മൾ അങ്ങനെ വോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ സമയത്ത് ആർക്കെങ്കിലും ഈ കാര്യങ്ങളായിരുന്നു പരിഗണന? അല്ല.
ഇപ്പോൾ നമ്മൾ കൃത്യമായ പാറ്റേൺ മഹാരാഷ്ട്രയിലേക്ക് പോയി നോക്കൂ. ഏതൊക്കെ സെഗ്മെന്റിലുള്ള ആൾക്കാരെ കേട്ടർ ചെയ്യുന്ന പദ്ധതികളാണ് അവർ നടപ്പാക്കിയിരിക്കുന്നത്. അതിൽ തന്നെ വലിയൊരളവ് വരെ പദ്ധതികൾ നടപ്പാക്കിയിരിക്കുന്നത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷമാണ്. റെഗുലറായിട്ട് അതിന്റെ ഡെലിവറി അവർ ഉറപ്പുവരുത്തിയിരിക്കുന്നത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷമാണ്. സ്ത്രീകളുടെ ഭാഗത്ത് അവരെ മാത്രം ലഡ്കി ബഹൻ യോജന കൊണ്ടുവന്നു. 1500 രൂപ വീതം കൃത്യമായിട്ട് സ്ത്രീകൾക്ക് മാസം തോറും കൊടുക്കുന്നു. എന്നിട്ട് അവരുടെ ഇലക്ട്രൽ പ്രോമിസ് എന്താണ്? ഇത് 2100 ആയിട്ട് വർദ്ധിപ്പിക്കും. അതിനെ കൗണ്ടർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മഹാവികാസ് അഘാടി കൊണ്ടുവന്നത് എന്താണ്? 3000 ഞങ്ങൾ തരും. അപ്പൊ 1500 കൃത്യമായി തരുന്ന ആളിനോട് വിശ്വസിക്കാനാണ് കൂടുതലായിട്ട് ഇലക്ടറേറ്റ് താല്പര്യപ്പെടുക. അതുകൊണ്ട് എന്ത് ചെയ്യും? സ്ത്രീകൾ കൂടുതലായിട്ട് വോട്ട് ചെയ്യും. ഇത്തവണ പറഞ്ഞിരിക്കുന്നത് എന്താണ്? സ്ത്രീകളുടെ ഭാഗത്തു നിന്ന് വോട്ട് വിഹിതം വർദ്ധിച്ചു എന്നല്ലേ. അപ്പൊ ഈ സ്ത്രീകളൊന്നും തന്നെ ആ മണ്ഡലത്തിൽ വോട്ടില്ലാത്ത ആൾക്കാരെ BJP-യോ അല്ലെങ്കിൽ ഈ മഹായുതി സഖ്യമോ കൊണ്ടുവന്നു എന്ന് പറയാൻ കഴിയുമോ? നമ്മളിവിടെ മഞ്ജുഷ് കാണാതെ പോകുന്ന ഒരു കാര്യം, 30 വർഷത്തിനിടയിൽ റെക്കോർഡ് ചെയ്യപ്പെട്ടിരിക്കുന്ന ഏറ്റവും ഉയർന്ന പോളിംഗ് ആണ് മഹാരാഷ്ട്രയിൽ നടന്നിരിക്കുന്നത്. അതിനെപ്പറ്റി എന്തുകൊണ്ട് ചർച്ച ചെയ്യുന്നില്ല? 70 ക്രോസ് ചെയ്തിട്ടുണ്ട് 30 വർഷം മുമ്പ് എങ്കിൽ ഇത്തവണ 66ലേക്ക് എത്തി. കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നതിനേക്കാൾ എത്ര ശതമാനം കൂടുതലാണ് ഇത്തവണ പോൾ ചെയ്തിരിക്കുന്നത്? ആ പോൾ ചെയ്തിരിക്കുന്നതിൽ തന്നെ ഏറ്റവും വലിയ വിഭാഗം പോളിംഗ് വർധനവ് പുരുഷന്മാരുടെ ഇടയിലാണോ സ്ത്രീകളുടെ ഇടയിലാണോ? സ്ത്രീകളുടെ ഇടയിലാണ്. അപ്പോൾ ഫസ്റ്റ് ടൈമായിട്ട് ഇനി വോട്ട് ചെയ്തേക്കാമെന്ന് തീരുമാനിച്ചിട്ട് കൂടുതലായിട്ട് വോട്ട് ചെയ്തിരിക്കുന്ന ആൾക്കാർ, നേരത്തെ തന്നെ കൺവെൻഷനലായിട്ട് ഈ 2 പാർട്ടികൾക്ക് വിഘടിച്ച് വോട്ട് ചെയ്തിരിക്കുന്ന ആൾക്കാർ, ഇതിലെ സ്ത്രീ വിഭാഗക്കാർ നിർബന്ധമായിട്ട് ഇവർക്ക് വോട്ട് ചെയ്യും. അപ്പോൾ ഒറ്റ സ്ട്രോക്കിൽ സ്ത്രീകളെ മുഴുവൻ അവർ തങ്ങളുടെ ഒപ്പം നിർത്താനായിട്ട് അവർക്ക് സാധിച്ചു എന്നുള്ളത് ചെറിയ കാര്യമല്ല. ഏതാണ്ട് 2-2.25 കോടി ആൾക്കാർക്ക് പ്രതിമാസം 1500 രൂപ വീതം കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ അത് ഉണ്ടാക്കുന്ന ഇമ്പാക്ട് വളരെ കൂടുതലാണ്. ശരിയാണ്, ശരിയാണല്ലോ. ഈ നിരീക്ഷണം വളരെ കൃത്യമാണല്ലോ. സൗജന്യങ്ങൾ വാരിക്കോരി നൽകുവാൻ സാധിച്ചിട്ടുണ്ട്. അത് മാത്രമല്ല, അത്രമാത്രം പദ്ധതികൾ ഏക്നാഥ് ഷിൻഡെ സർക്കാർ നടപ്പിലാക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനെ ഈ രീതി